50,000 രൂപ നിങ്ങളുടെ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു എക്കോ സ്പോർട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. 2015 മോഡൽ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പോൾ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇതിപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. സ്കോർപ്പിയോ ഒക്കെ ഫുൾ കവർ ഇൻഷുറൻസ് അപൂർവം കിട്ടുള്ളൂ. 3,80,000 ബിഗ് ബി എന്ന സിനിമയിൽ മമ്മൂക്ക എടുത്ത് ചോറ്റിയപ്പോഴാണ് സഫാരി നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കയറി പറ്റിയത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സൺ ഓട്ടോ കൺസൾട്ടൻറ്റിൻ്റെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. പ്രത്യേകിച്ച് 7 സീറ്ററാണ് ഇവിടെ കൂടുതൽ ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ സ്കോർപ്പിയോ ആരാധകർക്ക് പറ്റിയൊരു എപ്പിസോഡായിരിക്കും നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് തോന്നുന്നു. കാരണം സ്കോർപ്പിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വണ്ടി, നമ്മൾ വിറ്റുപോയ വണ്ടിയാണോ ഒന്നും അറിയില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം പുത്തനത്താണിയിൽ നിന്ന് തിരുനാവായ റോഡിലേക്ക് കയറി അവിടുന്ന് തിരൂർ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാൽ എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് തൃശ്ശൂർ ഹൈവേന്ന് പുത്തനത്താണി. അപ്പോൾ അതുകൊണ്ട ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ ലൊക്കേഷൻ കറക്റ്റ് ഇവർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 7 സീറ്ററാണ്, അതേപോലെ തന്നെ SUV സെഗ്മെൻറ്റ്, അതാണ് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളിച്ചുള്ളത്. ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിത് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് റാഫിയാണ്. റാഫി, സുഖമാണോ? സുഖമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇവിടെ ആദ്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ്. എല്ലാ നമ്മുടെ വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മളെ ആളുകൾ തന്നെ വന്നിട്ട് എടുത്തിട്ടുണ്ടോ? സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുതലാണ് എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതിൽ തന്നെ 7 സീറ്റർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ സ്കോർപ്പിയോ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു 2-3 വണ്ടികളോ ബാക്കി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ എല്ലാം പോയിട്ടുണ്ട്. അല്ല, ഇന്നത്തെ ഒരു സ്കോർപ്പിയോ കാണിക്കണ്ടോ? നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കോർപ്പിയോ കാണിക്കാൻ പറ്റുമോ? ഉണ്ടല്ലോ, സ്കോർപ്പിയോ ഉണ്ടല്ലോ. സ്റ്റോക്ക് ഉണ്ടല്ലേ? 2 വണ്ടി നമുക്ക് കാണിക്കാം. സ്റ്റോക്ക് ഉണ്ട്. എന്തായാലും നമുക്ക് സ്കോർപ്പിയോ ആരാധകർ കമന്റ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് സ്പെഷ്യലായി നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ചെറുവണ്ടികളെല്ലാം പോയിട്ടുണ്ടല്ലേ കഴിഞ്ഞാൽ? ഓക്കെ. കുറേ വണ്ടികൾ ലഭ്യമായിട്ടുണ്ട് ഇവിടെ. 2 പാർട്ടായിട്ട് നമ്മൾ കാണിക്കുകയാണ്. ആദ്യത്തെ നമ്മൾ 7 സീറ്റർ SUV സെഗ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിലുണ്ടോ? എല്ലാ സ്റ്റോക്ക് ഉണ്ട്. ചെറുകിട വണ്ടികൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് തീർച്ചയായും എല്ലാ കമ്പനിക്കാരത് ചെറിയ മട്ടത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഏതൊക്കെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വരാൻ പറ്റും? വരുന്നത് പുത്തനത്താണിക്കുന്ന് തിരുനായ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടാല് പറഞ്ഞാണ്. അതായത് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ എന്നാണത്. പുത്തനത്താണിന്ന് തിരൂർ റോഡിലേക്ക് വരണം. തിരുനാവായ റോഡിലേക്ക് വന്ന് അവിടുന്ന് തിരൂർ റോഡിലേക്ക് വരണം. പുത്തനത്താണി 2.5 കിലോമീറ്റർ നമ്മളെ ഷോപ്പ്. 2.5 കിലോമീറ്റർ. രണ്ടാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ നമ്പർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അവർ വിളിക്കട്ടെ. അപ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും കൊടുത്തു പറഞ്ഞു കൊടുക്കാം അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ചിലവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പിന്നെ എന്തായാലും ലൊക്കേഷൻ വിട്ടുതരും. അപ്പോൾ ഒന്നും പേടിക്കണ്ട. എന്തായാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഹോണ്ട CR-V ആണ്. KL 53 രജിസ്ട്രേഷൻ വാഹനം. ഒരു കാലത്ത് ഒരു പ്രീമിയം സെഗ്മെന്റ് SUV വാഹനമാണ് അല്ലേ? ഒരു കാലത്ത്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ പറയും? ഇത് 2007 മോഡലാണ്. 7 ഫുള്ള് പുതിയ പേപ്പർ കംപ്ലീറ്റ് കൊടുത്തതാണ്. 7 പെട്രോൾ തന്നെ ഉള്ളൂ അല്ലേ? പെട്രോളും ഗ്യാസും വരുന്നത്. ഓക്കെ. ഏതാ ഇപ്പൊ CNG? CNG അല്ല, LPG. ഓക്കെ. CNG മാറ്റാൻ പറ്റുമായിരിക്കും അല്ലേ? മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പൊ അതാണ് ഇപ്പൊ എല്ലാവരും പെട്രോൾ വണ്ടികളിലേക്ക് വന്ന് കൂടുമാരം നടത്തുന്നത്. CNG ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 7 മോഡൽ എന്ന് പറയുമ്പോൾ പേപ്പർ ഇപ്പോൾ 27 പേപ്പറുണ്ട്. ഫുൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. 2027 വരെയുള്ള പേപ്പർ ഫുൾ ഫിറ്റ് ഉള്ള ഒരു വാഹനമാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കറക്റ്റ് ഓട്ടാണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. സർവീസ് അല്ല, നമ്മൾ എടുത്ത പാർട്ടിക്കാർ കറക്റ്റ് പറഞ്ഞു. കറക്റ്റ് പാർട്ടിക്കാരെ വിശ്വസിക്കാം. ഓക്കെ. 80,000 പെട്രോൾ വാഹനമാണ്. ഹോണ്ട പെട്രോൾ വണ്ടിയൊക്കെ കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല. കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല വണ്ടിയാണ്. വേറെ പണികളൊന്നും കിട്ടാനൊന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിൽ ഏതോ ഓപ്ഷൻ ഫുള്ളാണോ? ഫുള്ളിന് സൺറൂഫ് വരില്ല. സൺറൂഫ് ഇല്ലാതെ തൊട്ട് താഴെ വരുന്നല്ലേ? 4x4 ഒക്കെ വരുന്ന ടൈപ്പ് തന്നെ വരുന്നത്. 4x4 ഡ്രൈവ് ആണ് വരിക. അതേപോലെ തന്നെ എല്ലാം വരുന്നുണ്ട്. എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നത്തെ ഒരു പ്രീമിയം സെഗ്മെന്റ്. സൺറൂഫ് വരാത്ത ഓപ്ഷനാണുള്ളൂ. നേരത്തെ. ഓക്കെ. ഹെഡ് ലാമ്പ് വരെ പ്രൊജക്ടറാണ് അല്ലേ? വേറെ ഒരു പണിയും കിട്ടിയില്ലല്ലോ? എന്തായാലും ഒന്നുമില്ല. വർക്കൊന്നും എടുക്കാനൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ഓക്കെ. മൈലേജും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മൈലേജ് കുറച്ച് കുറവായിരിക്കും. 10-12 റേഞ്ചിൽ കണ്ടാൽ മതി. പക്ഷെ ഗ്യാസ് ആവുമ്പോൾ കൂടുതൽ ഗ്യാസ് കിട്ടും.
ഓക്കെ. സി എൻ ജിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ലാഭമാണ്. ഗ്യാസ് അടിക്കണോ ലാഭം തന്നെ. അതും ലാഭം. ഗ്യാസ് ആകെ 55 റുപ്യൻ്റെ അടുത്ത് വരുന്നുള്ളൂ ലിറ്ററിന് വരാം. അപ്പൊ അങ്ങനെ പെട്രോളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 ലിറ്ററിന്റെ അടുത്ത് ഗ്യാസ് കിട്ടും. അല്ല, അതിനേക്കാൾ കിട്ടുകയും ചെയ്യും. ഓട്ടം ദൂരം കൂടുതൽ കിട്ടും. മൈലേജ് ഒക്കെ സെയിം മൈലേജ് തന്നെ. മൈലേജ് സെയിം കിട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പൊ പൈസ ഉള്ള ലാഭമാണ്. അങ്ങനെ കിട്ടും. സി എൻ ജി ആകുമ്പോൾ മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടും. സി എൻ ജി ചെയ്യുകയാണെങ്കിൽ ഒരു 10-35 റുപ്യൻ്റെ അടുത്ത് ബുക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കയറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ മൈലേജ് കിട്ടും. 16 കിലോമീറ്റർ 17 കിലോമീറ്റർ സി എൻ ജി ചെയ്താൽ മൈലേജ് കിട്ടും. 4x4 പെട്രോൾ വാഹനമാണ്. 2027 വരെ 2027 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആണ്. ഇനി 5 വർഷം നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല. ഓക്കെ, ധൈര്യമായിട്ട് എടുത്ത് ഓടിക്കാൻ പറ്റും. പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് നമുക്ക് 2 MB കൊടുക്കാം. 2,80,000 ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ ഇതിൽ? കിട്ടുകയാണെങ്കിൽ ഫിനാൻസേ കിട്ടുള്ളൂ. അവിടുത്തെ ലോക്കൽ ഏരിയയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് എന്തായാലും കിട്ടത്തില്ല. നിങ്ങളുടെ നാട്ടിൽ നിന്ന് സേട്ട് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലോട്ട് ടാറ്റ സഫാരിയാണ്. KL 45 രജിസ്ട്രേഷൻ. സഫാരി നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കയറി പറ്റിയത് ബിഗ് ബി എന്ന സിനിമയിൽ മമ്മൂക്ക എടുത്ത് ചോറ്റിയപ്പോഴാണ് സഫാരി നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കയറി പറ്റിയത്. പക്ഷെ ഇപ്പോഴത്തെ ആ സഫാരി പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ എനിക്കത് അംഗീകരിക്കാനേ പറ്റില്ല സഫാരി ആയിട്ട്. ഇത് വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര രസമാണ്. 2009 മോഡലാണ്. 2009 അല്ലേ? ആകെ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 70 ഇതിനും പറയാൻ പറ്റും. ഓക്കെ. ഇത് ഫുള്ളാണ് ഓപ്ഷൻ അന്നത്തെ? അല്ല, ഫുൾ ഓപ്ഷൻ ഇല്ല. ഇത് LX ആണ് ഓപ്ഷൻ. AC പവർ സ്റ്റാറിങ്, സൺറൈസ്, പവറിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അലൈവിലൊക്കെ വരുന്നുണ്ട്. ഇതിൽ എയർ ബാഗ് വരുന്ന ടൈപ്പ് ഉണ്ട്. ഇതിൽ എയർ ബാഗ് ഇല്ലല്ലോ? എയർ ബാഗ് ഇല്ല. ഓക്കെ. പേപ്പർ 24 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. നല്ല വണ്ടി കേട്ടോ. ഒരു ആക്സിഡന്റ് പോലും ഇല്ലാത്ത വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? ഇപ്പം 2ാമത്തെ ഓണർഷിപ്പിൽ വരുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. സഫാരി എന്നൊക്കെ പറയുമ്പോൾ പഴയ ടാറ്റേൻ്റെ എഞ്ചിൻ അല്ല, വണ്ടി നല്ല വണ്ടികളാണ്. വണ്ടികൾ സഫാരിന്റെ കുറെ ക്ലബും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഡൈക്കോ റേഞ്ച് ഇല്ല? ഡൈക്കോ റേഞ്ച് ഏകദേശം ഒരു മൈലേജ് ഒന്ന് പറഞ്ഞു കൊടുക്കും. എത്ര മൈലേജ്? 13 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ. വേറെ പണികൾ ഇതൊക്കെ മേജറായിട്ട് നിങ്ങൾക്ക് പണികൾ കിട്ടാറുണ്ടോ? ഇല്ല, അങ്ങനെ കിട്ടാറില്ല. ഏത് വണ്ടി പണി വരാൻ വിചാരിച്ച ഏത് വണ്ടി വരുമല്ലോ. അല്ല, അതല്ല, നമ്മുടെ ടാറ്റയുടെ പഴയ എഞ്ചിൻ സാറിന് പറയുന്നേക്കാ എഞ്ചിൻ പൈസ അധികം പണി വരാറുണ്ട്. ടാറ്റന്റെ വലിയ വണ്ടികളൊക്കെ നല്ല വണ്ടികൾ തന്നെയാണ്. ഇപ്പോൾ ഉപയോഗിച്ചവർ ഓരോരുത്തർക്കും ഓരോ വണ്ടികളുടെ കമ്പം. ഈ വണ്ടിയൊക്കെ ഓരോരുത്തരുടെ പോരായ്മകൾ ഓരോരുത്തർ പറയും. അതേപോലെ ഓരോ വണ്ടികളനുസരിച്ചാണ് പറയുന്നത്. ഉപയോഗിച്ച ആൾക്കാർക്ക് അതിനെ പറ്റി അറിയുള്ളൂ. വണ്ടി നമ്മളൊരു കസ്റ്റമർ പുതുതായിട്ട് എടുക്കാൻ വന്ന ധൈര്യമായിട്ട് എടുക്കാം. ആൾക്കാർ കൂടുതൽ വണ്ടികൾ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ വണ്ടിനെ പറ്റി പറയും. നല്ല വണ്ടിയാണെന്ന്. ഈ വണ്ടികളൊക്കെ ഏതെന്നല്ല, ഏത് വണ്ടിയും നമ്മളൊരാൾ ഉപയോഗിക്കണം. നല്ല ശരിയായ ഒരു SUV അല്ലേ? ഒരു അടിപൊളി SUV 7 സീറ്റർ ആയിട്ട് വരുന്ന വണ്ടി. SUV. ഓക്കെ. നിലവിൽ പണികളൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടയർ ഭാഗം 90% ടയർ തന്നെ ഉണ്ട്. എല്ലാ ഭാഗവും ടയേഴ്സും എല്ലാം ഉണ്ടല്ലോ. നല്ല വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് പറഞ്ഞില്ല എത്രയും? ഇപ്പോൾ 2ാമത്തെ ഓണർഷിപ്പിൽ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. പ്രൈസ് ഇത് 2.25. 2,25,000 രൂപയ്ക്ക് 2009 മോഡൽ. അതിന് വണ്ടി അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും. കുറച്ച് കൂടിയാലും വണ്ടി അനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് വന്നിട്ട് നോക്കിയിട്ടെടുക്കാം. ഇതിനൊന്നും അങ്ങനെ കാണാറില്ല. ഏതോ ഒരാൾ കവർ ചെയ്ത് കണ്ടിരുന്നു. സഫാരി സ്റ്റോം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് സ്റ്റോം ഇല്ല. ആവശ്യക്കാരനാണെങ്കിൽ ഇവിടെ നിന്നില്ലെങ്കിൽ തമിഴ്നാട് ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ എൻക്വയറി വരുന്നുണ്ട്. നമ്മളവിടെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ടാറ്റിന്റെ വണ്ടികളാണ്. നന്നായോണ്ടല്ല അവരെ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും. ഓക്കെ. തമിഴ്നാട്ടിൽ നിന്നിട്ട് പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ ടാറ്റ സുമോ അങ്ങനെ നിരന്ന് കിടക്കണല്ലേ? അല്ല, ഞാനിവിടെ എൻ്റെ ഒരു ടാറ്റ സുമോ ഉണ്ടായി. നമ്മൾ തൃശ്ശൂരുള്ള ആൾക്കാർ അതിന് കൂടുതൽ എൻക്വയറി ചെയ്യുന്നത്. ഏത് വണ്ടിക്കും അതിനായിട്ടൊരു ആൾക്കാർ ഉണ്ട്. നമ്മളൊരു വണ്ടിനെ ചടപ്പിക്കാൻ നമ്മൾ ഏത് വണ്ടിനെ ചടപ്പിക്കാൻ നമ്മൾ ചടപ്പിച്ചല്ല, നമ്മൾ ചോദിച്ചാൽ ഞാൻ പൊതുവെ കസ്റ്റമർ നമ്മുടെ അടുത്ത് വരികയാണ്. നിങ്ങൾ വീഡിയോയില് ചിലപ്പോൾ നല്ല വണ്ടികളും ഉണ്ടാവും, നല്ല ലക്ഷറി വണ്ടികളുണ്ടാവും, കുറഞ്ഞതുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു വണ്ടിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു വണ്ടികൾ ഏത് വണ്ടി അവരാരും വിൽക്കുന്നുണ്ട്, ഏത് ഡീലർമാരായാലും ഞാനായാലും വേറെ ആയാലും. അതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയെങ്കിൽ നമ്മൾ എടുക്കാൻ വരുന്നവർ പുതുതായിട്ട് പറഞ്ഞത്. നമ്മൾ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒരാൾ വരും, ഉറപ്പാണ് വന്നിരിക്കും. എന്നാലും ഇതിനും തീർച്ചയായും ഒരാൾ വന്നിരിക്കും. 2,25,000 രൂപ ലോൺ സൗകര്യം ചാൻസ് ഇല്ല. ഇവിടെ സൈറ്റ് ലോൺ അങ്ങനത്തെ എന്തെങ്കിലും ചാൻസ് ഉള്ളൂ ഈ ലൊക്കാലിറ്റിയിൽ മാത്രം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത നിസാൻ ഇവാലയാണ്. KL 55 രജിസ്ട്രേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇവാല കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവാല ചെയ്തിട്ടില്ല. എൻജോയ് ഷെവർലെ. ഓക്കെ. ഇവാല കാണിച്ചില്ല അല്ലേ? ഓക്കെ. എന്തായാലും ഒരു ഇവാലയുണ്ട്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2013 മോഡലുണ്ട്. 13. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടി XV എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓക്കെ. നിസാനിൽ ഫുൾ ഓപ്ഷൻ XV. ഇത് വണ്ടി കണ്ട് നമ്പറായ വണ്ടിയാണ്. ഓക്കെ. വണ്ടി നല്ല വണ്ടിയാണ്. ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്.
ഒരു ചെറിയ ഫാൾട്ട് ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങിച്ചുണ്ടെന്നുള്ളൂ. ഇതൊക്കെ ഇപ്പൊ കിട്ടുമോ? എല്ലാ സാധനം കിട്ടും, എല്ലാ സാധനം കിട്ടൂല, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സാധനം ഉണ്ട്. ഓക്കെ. ആ ഒരു ഫാൾട്ട് എന്ന് പറഞ്ഞപ്പോൾ അതന്നെ ഉള്ളൂ. വണ്ടി നല്ല വണ്ടി, നല്ല ഭാഗം നല്ല നമുക്ക് 7 സീറ്റർ ആണ്, ഉള്ളിൽ കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു വാൻ സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു എടുപ്പുള്ള വാഹനം തന്നെ. മാത്രമല്ല ഈ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നമ്മുടെ സണ്ണിന്റെ ഒക്കെ എഞ്ചിന് ഡീസലല്ലേ? ആ ഡീസൽ വരിക. അപ്പൊ സണ്ണിന്റെ എഞ്ചിനാണ് പറയണ്ട, 10-20 റേഞ്ചിൽ മൈലേജ് എന്തായാലും കിട്ടില്ല. യാത്ര സുഖമൊക്കെ നല്ല സുഖമുള്ള വണ്ടി. ഓക്കെ. ഇത് നമുക്ക് ഡോറൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മള് സാധാരണ ഒരു ഈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയറി ഇരുന്ന് നമ്മൾ എൻജോയ് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഫീൽ അല്ല. നല്ല റേറ്റ് ഉള്ള വണ്ടി തന്നെയല്ല. വണ്ടി ഇറങ്ങിയാലൊന്നും ഇപ്പോഴും ഉള്ള ആളത്ത് കേരള വണ്ടിയൊക്കെ നല്ല റേറ്റ്. എനിക്ക് തോന്നുന്നത് GCC-ലായിരിക്കും കൂടുതൽ ഇറങ്ങിയത് ഈ ഒരു സെഗ്മെന്റ്. അവിടെ ഗൾഫിലുള്ളവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇതിനെ പറ്റി. ഇവിടെയും കൂടുതൽ ഇറങ്ങിക്കണം വണ്ടി. ഒരു കാലത്ത് ഇവിടെ സാധനം കിട്ടായിട്ടാണ് പുറത്തുനിന്ന് കൂടുതൽ കൊടുക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. അതെ, ഓക്കെ. ഈ വണ്ടി ഒന്നും കൂടുതൽ ടാക്സിക്ക് അലോട്ട് ചെയ്തിരുന്നില്ല അന്ന് ഇറങ്ങിയ ടൈമിലൊന്നും. എന്തായാലും അടിപൊളി സാധനമാണ്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഓടിച്ചിട്ടില്ല. നമ്മൾ ഓടിച്ചിരിക്കണം, അതാണ് പറഞ്ഞത്. നല്ല സുഖമുള്ള വണ്ടിയാണ്. കാര്യങ്ങളൊക്കെ വണ്ടി ഉപയോഗിക്കുന്നവര് ഇതിലുണ്ടെങ്കിൽ അവർക്ക് അറിയല്ലോ, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, കമന്റ് ചെയ്യാൻ എന്തായാലും തീർച്ചയായും. ഗൾഫിലുള്ളവർ എന്തായാലും ഉപയോഗിച്ച് കാണും. ഉണ്ടാവും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 7 സീറ്ററിൽ മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ എൻജോയ് ഇത് എല്ലാം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇതിൽ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പിന്നെ 2 ഡോർ ഫ്രണ്ടിലേ വരുന്നുള്ളൂ, ബാക്കി സ്ലൈഡ് വിൻഡോ ആണ്. പിന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലേ? കൺട്രോൾ എല്ലാം ഉണ്ട്, ഫുൾ ഓപ്ഷൻ. ഇത് കൂടുതൽ ആൾക്കാർ ഫാമിലി മൊത്തമായിട്ട് പോകാൻ. അതെ, തീർച്ചയായും. ഒരു കാറ് ഉപയോഗിക്കുന്നുള്ളത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈഡിംഗ് ഡോറൊക്കെയാണ്, സൗകര്യമാണ് എല്ലാം കൊണ്ടും. ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നല്ല നല്ല വണ്ടിയാണ്. നല്ല അഭിപ്രായമാണ് ഇത്. ഓക്കെ, ഓക്കെ. പ്രൈസ് ഇത് നമുക്ക് 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം. 2013 XB ആണ്. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ 1,10,000. നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല, റീവണ്ടി ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. വണ്ടി നോക്കുമ്പോൾ ഒരു ആക്സിഡന്റും കാര്യങ്ങളും കണ്ട് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ആയിരിക്കും വണ്ടി. സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി. അവിടുന്ന് ഇവിടുന്ന് ഒരാളെ വരുന്നത് അല്ല? ഓക്കെ, ഓക്കെ. എന്തായാലും ലോൺ സൗകര്യം ഇങ്ങോട്ടൊക്കെ മാറിയല്ലോ, കിട്ടാൻ ചാൻസ് ഉണ്ടോ ഈ വാലിയൊക്കെ? ശ്രീരാമ പ്രൈവറ്റ് കേട്ടത്തുള്ളൂ, കാരണം ഇതൊക്കെ നിർത്തിയ മോഡൽ ആയതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത സ്കോർപിയോ ആണ്. KL 25 രജിസ്ട്രേഷൻ. നമ്മൾ സത്യം പറഞ്ഞാൽ സ്കോർപിയോന് ഒരുപാട് ആരാധകരുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്നോവക്ക് മാത്രമേ ഉള്ളൂ. ഇന്നോവക്ക് ഒന്നുമല്ല, സ്കോർപിയോക്ക് ഇഷ്ടം പോലെ ആരാധകരുണ്ട്. നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്കോർപിയോ കൂടുതൽ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് വണ്ടി വിറ്റപ്പോൾ ആൾക്കാർ കുറെ ആള് വിളിക്കുന്നുണ്ട് അല്ലേ? കുറെ ആള് കാണിക്കാനും പറയുന്നുണ്ട്. സ്കോർപിയോ അങ്ങനെ കാണാൻ കിട്ടാറില്ല. നല്ല വണ്ടികൾക്ക് നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, അതാണ് ഇപ്പൊ നല്ല ഡിമാൻഡ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട്. നമ്മളെ തന്നെ പേഴ്സണലി വിളിച്ചും ചോദിക്കുന്നുണ്ട്, സ്കോർപിയോ എന്താ കാണിക്കാത്തത്. ഇപ്പോഴും വിളിക്കുന്നുണ്ട്. നിങ്ങളെ ആദ്യത്തെ ചെയ്ത ആൾക്കാർ ആദ്യത്തെ വീഡിയോ വണ്ടി കൊടുത്തു എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അത് കൊടുത്തു പോയി അല്ലേ? ഈ വീഡിയോയിൽ അറിയിക്കാണ്, കൊടുത്തുപോയി. ഇപ്പൊ വേറൊരു സ്കോർപിയോ നമ്മുടെ കയ്യിൽ KL 25 ആണ്. എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു? ഇത് 2009 മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് വണ്ടി. ഓട്ടോമാറ്റിക് അങ്ങനെ കാണാത്തൊരു സെഗ്മെന്റ് ആണല്ലോ സ്കോർപിയോ. അപൂർവം ഉണ്ടാവുള്ളൂ വണ്ടി. ഇതിന് ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. വോയിസ് മെയിൽ ഇതെല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ട് വണ്ടിയാണ്. പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് വീതിയുടെ അലൈവീല് ചെയ്തിട്ടുണ്ട്. നല്ല വിലപ്പുള്ള അലൈവീല് LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ ടയർ ഭാഗം എന്തായാലും എടുത്ത് പറയണം, ഇല്ലെങ്കിൽ ആ ടയർ മാറ്റാൻ തന്നെ ഒരു കോസ്റ്റ് ആവും. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്, പുറകിൽ നല്ല ടയേഴ്സ് ഉണ്ട്, ഫ്രണ്ടിൽ ഒരു 70% ഉണ്ട് അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 2009 ഒരു ടച്ചപ്പ് കയറാത്ത വണ്ടിയാണ്. ഓക്കെ, ക്ലീൻ വണ്ടിയാണ്, ക്ലീൻ വാഹനം, സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നമ്മള് ഇങ്ങനെ പറഞ്ഞ കേട്ട് നല്ലത് ആൾക്കാർ വന്ന് നോക്കട്ടെ, നോക്കിയിട്ട് എടുക്കട്ടെ. നമ്മളത് വിശ്വാസത്തിലാണ് അവർ അത്രയും ലോങ് എന്നൊക്കെ വരിക. ഞാൻ പറഞ്ഞത് ആ ഒരു വിശ്വാസം നമ്മൾ കാക്കണമെങ്കിൽ ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വിശ്വാസത്തിൽ ഇങ്ങോട്ടേക്ക് വരാം. ഉള്ള കാര്യം തന്നെ പറഞ്ഞോളില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നമ്മൾ പറയണം, നമ്മൾ പറയാണ്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോ വേറെ പണികളൊന്നും കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല, ഇതിപ്പോ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. സ്കോർപിയോക്ക് ഫുൾ കവർ ഇൻഷുറൻസ് അപൂർവം കിട്ടുള്ളൂ. 3,80,000 ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല, വണ്ടി ക്ലീൻ ആണ്. ഡീസലാണ് വരിക, ഓട്ടോമാറ്റിക് ആണ്. സ്കോർപിയോനൊക്കെ നോർമൽ മൈലേജ് 10-12 ആ റേഞ്ച് ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് കുറയും. ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് കുറയും, ഒരു 10 റേഞ്ചിൽ കണക്കാക്കി. എല്ലാ ഭാഗം പെർഫെക്റ്റ് വണ്ടിയാണ്, എന്നും നോക്കേണ്ട വണ്ടി, ക്ലീൻ വണ്ടി, ക്ലീൻ വാഹനം. അപ്പോൾ ഒരു സ്കോർപിയോ ആരാധകർ തീർച്ചയായും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. 3,35,000 രൂപ. 3,35,000. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. 3,80,000 IDV ഉണ്ട്. ലോൺ എന്തായാലും ചാൻസ് ഇല്ലല്ലോ? കിട്ടും, ശ്രീരാമ ഫിനാൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പ്രൈവറ്റ് ഫിനാൻസ് കൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റൂല? അവരെ കണക്ട് ചെയ്ത് കൊടുക്കും. ആദ്യമൊന്നും ഫിനാൻസ് ഇടാതിരിക്കുന്നുണ്ട്, ചെറിയ മുടക്കാണ്. അപ്പോൾ ഫിനാൻസ് ഇട്ടാൽ പിന്നെ നഷ്ടമായി പോകും. അതുകൊണ്ട് മാക്സിമം ഫുൾ ലോൺ അല്ല, ഫുൾ ബഡ്ജറ്റിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്.
ഫോർഡ് എക്കോ സ്പോർട്ടാണ് KL17 വാഹനമാണ്. നമ്മളിത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ രണ്ടാമത് വിൽപ്പന വന്ന മൂപ്പരാൾ ഗൾഫിൽ പോയപ്പോൾ നമ്മൾ ഇവിടെ തന്നെ തിരിച്ചെടുത്താണ്. ഓക്കെ. ഓണർഷിപ്പ് മാറിയിട്ടുണ്ടാവും അല്ലേ? ഓണർഷിപ്പ് ഇപ്പോൾ 4ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. നമ്മളെ സുഹൃത്തിന്റെ പേര് ട്രാൻസ്ഫർ ചെയ്ത് കണ്ട് വാങ്ങിച്ചാണ്. അവരെ പേരിന്ന് മാറ്റി ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മാറ്റിയതാണ്. ഇങ്ങോട്ടേക്ക് പിന്നെ മാറ്റിയാണ്. എന്നാൽ ഇവിടെ തന്നെ കൊടുത്താണ്. നമ്മൾ മുന്നേ കാണിച്ച വണ്ടി തന്നെയാണ്. ഓക്കെ. എക്കോ സ്പോർട്ട് എങ്ങനെ ഡീറ്റെയിൽ ഇത് 2013 മോഡൽ ടൈറ്റാനിയം ഓപ്ഷൻ. ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം. ഓക്കെ. ഇത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, വണ്ടി ക്ലീൻ ആണ്. ഇപ്പൊ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ പെടുത്തിട്ടുണ്ട്. എത്ര ഓടിയിട്ടുണ്ടായിരുന്നു? ഇതിപ്പോ ഓടിക്കണ 1,20,000. 120. അതിന്റെ മേജറൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ എന്ന് പറഞ്ഞാൽ ബാക്കത്തെ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു, സോക്കപ്പിന്റെയും കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കമ്പനിയിൽ നിന്ന് വർക്ക് എടുത്താണ് മൂപ്പരാള് കൊണ്ടുപോയി ചെയ്തത്. പോണ നേരത്തെ ഫുള്ള് കമ്പനി എഞ്ചിൻ പൈസ ടൈമിംഗ് ചെയ്യുന്ന ഇതൊക്കെ അതൊക്കെ മാറിയിക്കണേ. ഓക്കെ. വേറെ പണികളൊന്നും ഇപ്പൊ ചെയ്യാനില്ല അല്ലേ? എടുക്കുന്ന പാർട്ടിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഫ്രണ്ടിന് ചെറിയൊരു ബുഷിന്റെ ചെറിയൊരു സൗണ്ട് കൂടി ഉണ്ട്, അതുകൂടി മാറ്റാണ്ട്. ഏകദേശം എത്രയോ എമൗണ്ട് വരുള്ളൂ. അങ്ങനെ മേജർ ആയിട്ടൊന്നും ഇല്ല. 2000-3000 അതിൻ്റെ ഉള്ളിൽ തന്നെ വരുള്ളൂ. നമ്മൾ കൊണ്ടുപോയി നിർത്തിയിട്ടില്ല. നമ്മളവിടുന്ന് അവർ സർവീസ് എടുത്ത് നമ്മൾ ഷോറൂമിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കച്ചവടം ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ. എന്തായാലും ആക്സിഡന്റ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. ഡീസലല്ലേ? ഡീസൽ. മൈലേജ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മൈലേജ് എങ്ങനെ 18-ന്റെ അടുത്ത് ഉണ്ടാവും. 18-20 ഉള്ളിൽ കണ്ടിട്ട് ഉണ്ടാവും. 2013 വാഹനമാണ്. ടൈറ്റാനിയം. അന്ന് പ്ലസ് ഉണ്ടോ? ടൈറ്റാനിയം പ്ലസ് ഉണ്ടോ? പ്ലസ് ഉണ്ട്. ടൈറ്റാനിയാണ്. ടൈറ്റാനിയം പ്ലസും കൂടി വരുന്നുണ്ട്. അതിൽ എയർ ബാഗ് വ്യത്യാസം ഉണ്ടാവും. എയർ ബാഗ് അല്ല, അതിൽ എസിന്റെ കൺട്രോൾ സീറ്റിന്റെ ഓട്ടോമാറ്റിക് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. എയർ ബാഗിലും വ്യത്യാസമുണ്ട്. ഇല്ല, വ്യത്യാസമുണ്ട്. 6 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ വേറെ പണികളൊന്നുമില്ല. ഒന്നിൽ ഓടി അതിൻ്റെ മേജറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കാണ്. 2013 ടൈറ്റാനിയം 4th ഓണർഷിപ്പ് വാഹനം. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഫൈനൽ നമുക്ക് 4,10 കൊടുക്കാം. 4,10,000. 3 ഉറുപ്പിൻ്റെ അടുത്ത് ലോണും കയറ്റാം. ഓക്കെ. ഫൈനൽ പ്രൈസ് ആണ്. ഇവിടെ വന്നിട്ട് ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഫൈനൽ റേറ്റ് ആണ് 4,10,000 രൂപ. 3.5 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ നിങ്ങൾ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു എക്കോ സ്പോർട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ടയേഴ്സിൻ്റെ അവസ്ഥ അതും കൂടി പറഞ്ഞു കൊടുത്താൽ. ടയറൊക്കെ അത്യാവശ്യം ഉടലുള്ള ടയറും കാര്യങ്ങളും. ഓക്കെ. പുറകിലുണ്ട് അത്യാവശ്യം ഒരു 65-70% പുറകിലുണ്ട്. ഫ്രണ്ടിലും ഒരു 80 മേലെ ഉണ്ട്. കുഴപ്പമില്ല. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തൊരു 7 സീറ്ററാണ്. ടാറ്റയുടെ ആരിയ KL35 രജിസ്ട്രേഷൻ. ഇതും നമ്മൾ അങ്ങനത്തെ കാണാത്തൊരു സെഗ്മെന്റ് ആണ്. അങ്ങനെ കാണാത്ത അതും ഇവിടെ ഉണ്ട്. ടാറ്റയുടെ ഏത് മുതൽ നമ്മുടെ കയ്യിലുണ്ട്. എടുക്കാനോ ഡീലർമാർ വേണ്ടേ? വാങ്ങാനും ആളുകളുണ്ടാവും. ഏത് മുതൽ ഏത് ഡീലർമാർക്ക് എടുക്കാൻ വിൽക്കാനും കഴിവുണ്ട്. എങ്ങനെയത്? ഇത് 2011 മോഡലാണ്. വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 4x4 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ. എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ കൂടിയ വണ്ടിയാണ്. 7 സീറ്റർ ആയിട്ട് വരുന്ന വണ്ടിയാണ്. ടാറ്റയിലെ 7 സീറ്റർ. ടാറ്റയുടെ ആദ്യത്തെ അല്ല. ഇല്ല, ടാറ്റന്റെ ഇത് ഡൈക്കോർ ഇഞ്ചിനാണ് വരിക. നമ്മൾ സഫാരി കണ്ടില്ല, ആ ടൈപ്പ് ഇഞ്ചിനാണ് വരിക. വേരിക്കോർ ഇഞ്ചിന് 14-ന്റെ ശേഷമാണ് വരിക. ആ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. 15 വണ്ടി ഉണ്ട്. എങ്കിലും പറയാം, 2 വണ്ടി ഉണ്ട്. എന്തായാലും നല്ല നീറ്റ് ആണ് കേട്ടോ വണ്ടി. നല്ല നല്ല വൃത്തിയിലാണ് കാണുന്നത്. റീപ്ലേസ്മെന്റ് സ്ട്രെങ്ത് ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ക്ലീൻ വാഹനമാണ്. ഓക്കെ. മൈലേജും കൂടെ ഒന്ന് പറഞ്ഞു. മൈലേജ് 13 കിട്ടും. സഫാരിന്റെ ഡൈക്കോറിന് ഇഞ്ചിനാണ് വരിക. ഏകദേശം മൈലേജ് ഉണ്ടാവും അല്ലേ? ഓക്കെ. പിന്നെ ടാറ്റയുടെ ബോഡി പവർ വണ്ടി ഉഷാറാണ്. ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ 15 ലക്ഷം റുപ്യ അന്ന് 15-16 ലക്ഷം റുപ്യ അന്ന് ബിൽ റേറ്റ് ഇറങ്ങിയ വണ്ടികളാണ്. ഇന്നോവനെക്കാട്ടും ഫെസിലിറ്റിയുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഓപ്ഷൻ കൂടിയ വണ്ടികളാണ്. ഇന്നോവ കൊണ്ടിറക്കാനായിട്ട് നോക്കി ഉദ്ദേശിച്ച് നടക്കുന്ന ആൾക്കാർക്കൊക്കെ വണ്ടി നല്ല വണ്ടികളാണ്. എല്ലാവരും മെയിൻ്റനൻസ് ലോഡ് ചിന്തിക്കും. അതാണ് എല്ലാവരും ഇന്നോവയെ കൂടുതൽ എടുക്കാൻ കാരണം അതുകൊണ്ടായിരിക്കും. ഓരോ വ്യത്യാസം ഉണ്ടാവും. സാധനം കൂടുതൽ കിട്ടുന്ന കമ്പയർ ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഓൺലൈനിൽ കുറവാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ സാധനം കിട്ടാനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഈ സാധനങ്ങൾ എല്ലാ സാധനത്തോടും കിട്ടുന്നുണ്ട്. സാധനം ഒന്ന് ഓർഡർ ചെയ്താൽ കിട്ടുന്നുള്ളൂ. അതിപ്പോ ഏതിപ്പോ ഒരു പുതിയ വണ്ടി കമ്പയർ നമ്മൾ പുതിയ കമ്പനി നിർത്തി കഴിഞ്ഞാൽ അപ്പൊ അടിപൊളി ഒരു 7 സീറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എത്ര പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും? നമുക്ക് 2,20,000 2,20,000. കിലോമീറ്റർ എത്രയായി ഇപ്പോൾ? 1,40 അല്ലേ? ഓക്കെ. 2,20,000 രൂപയ്ക്ക് ഒരു ഫുൾ ഓപ്ഷൻ 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാം വർക്കിംഗ് അല്ല? പ്രോപ്പറായിട്ട് എല്ലാം വർക്കിംഗ് ആണ്. പക്ക വർക്കിംഗ് ആണ്. ഫീച്ചർ കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണിത്. ഫീച്ചർ ഉള്ളിൽ വരുന്ന ടൈപ്പാണിത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് ആണ്. വണ്ടി നീറ്റ് ഉള്ള വണ്ടിയാണ്. എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ
ബോധ്യപ്പെടും. അങ്ങനെ ആൾക്കാർ വന്ന് കാണാൻ ഞാനിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം നേരിട്ട് നമ്മളെ ആളും കൂടെ പറഞ്ഞിട്ട് കാര്യം വണ്ടിയുടെ ഒരു ലുക്ക് ബോധ്യപ്പെടും. ബാക്കി എടുക്കുന്നൊക്കെ താല്പര്യമാണ്, കാരണം ഓരോ ഡിസൈനും എല്ലാം ഇഷ്ടമുണ്ടാവും. ആൾക്കാരുടെ തീരുമാനം എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഇവിടെ വന്ന് കണ്ട് പറ്റിയില്ല ശേഷം ഇപ്പൊ ആരും കൊണ്ടുപോകും. ചില ആള് പ്രതീക്ഷിക്കാണ്ട് വന്ന് കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാൽ. ഞാനിപ്പോ വീഡിയോയിൽ ഇപ്പൊ ഇന്നോട് ഇങ്ങനെ പറയുകയാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ ഇവിടെ വന്ന് കഴിഞ്ഞാലല്ലോ ഇപ്പൊ ഇഷ്ടപ്പെട്ടാലല്ലോ ഇപ്പൊ വണ്ടി കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. നിങ്ങള് വീഡിയോയിൽ ഞാൻ കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആൾക്കാർ ഇവിടെ വന്ന് പറ്റിയില്ലെങ്കിൽ നമ്മളെ അല്ല, വേറെ വണ്ടി പ്രതീക്ഷിച്ച് വന്നിട്ട് ചിലപ്പോ ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകുന്നവരുണ്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടിയിലുണ്ടോ? നിസാൻ ടെറാനോ KL 14 കാസർഗോഡ് വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ പറയും? 2015 മോഡൽ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർ ഉണ്ട്. 1,20,000 ഓട്ടം. ഏതാണ്? 85 ആണോ? 85 ആണ്. ഓക്കെ, 85 PS ആണ്. ഡീസൽ ആണല്ലേ? ഡീസൽ വരും. ഡീസൽ വാഹനം, എക്സൽ മിഡിൽ ഓപ്ഷൻ അല്ല? ഓക്കെ, 2015 മോഡലാണ്. കിലോമീറ്റർ പറഞ്ഞ 1,20,000. അതിന്റെ എല്ലാം ചെയ്തിട്ടുണ്ടോ? ടൈമിംഗ് ചെയ്തൊക്കെ മാറിയിട്ടുണ്ട്. പാർട്ടിക്ക് എടുക്കുന്ന പാർട്ടിക്ക് ഒരു പണി ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നോർമല്, അതെന്തായാലും ചെയ്യണം. അതല്ലേ വേറെ പണികളൊന്നും ഇല്ലല്ലോ. പാർട്ടിക്കാർ വന്നിട്ട് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. ഓക്കെ, ടയേഴ്സ് അത്യാവശ്യം ഉണ്ട്. പുറകിലൊരു 60%, ഫ്രണ്ടിലൊരു 80% മുകളിൽ ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് മാറി. ഗ്ലാസ് മാത്രമാണ്? ഗ്ലാസ് പൊട്ടിയിട്ട് മാറ്റി തന്നെയാണ്. 21 മാറ്റിയിരിക്കുന്ന ഗ്ലാസ്. അത് അവരെ പാർട്ടിക്കാരെ ചെയ്താണ്. അവർ നമ്മോട് പറഞ്ഞാണ് ഗ്ലാസ് പൊട്ടിയിട്ട് ചേഞ്ച് ചെയ്താണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പൊട്ടിയിട്ട് മാറ്റിയാണല്ലേ? ഓക്കെ, എന്തായാലും സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ, അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ഫിറ്റ് വണ്ടിയാണ്. ഓക്കെ, മൈലേജ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. 85 എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപ IDV ഉണ്ട്, ഇൻഷുറൻസ്. എങ്ങനെയായാലും ഒരു 4 ലക്ഷം അടുത്ത് ലോൺ തന്നെ കയറ്റാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ മൈലേജ് ഒരു 18 കിട്ടും. ഇത് 85 മൈലേജ് കൂടും. 18 റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഡസ്റ്റർ, ടെറാനോ രണ്ടും സെയിം സാധനമാണ്. പലരുമായി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. സെയിം പ്ലാറ്റ്ഫോമാണ്, എല്ലാം സെയിം ആണ്. ഓക്കെ, പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്ക് 5,30,000 കൊടുക്കാം. 5,30,000 2015 XL 85 PS നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു ടെറാനോ. ഫൈനൽ റേറ്റ് അല്ല, ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഞാൻ വെച്ചത് ഫൈനലാണ്, ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ, എന്തായാലും ലോണ് എത്ര കയറും? IDV എന്തായാലും 4.5 ലക്ഷം രൂപയാണ് ഇപ്പൊ ഇതിന് IDV ഉള്ളത്. അതിപ്പോ കിട്ടും. ഇനിയിപ്പോ കൂട്ടിയെടുക്കണത് ഇൻഷുറൻസ് ക്യാൻസൽ ആക്കിക്കാണ്ട് കയറ്റിയെടുക്കേണ്ടി വരും. കയറ്റിയെടുത്താലും കിട്ടൂല കുറച്ചും കൂടെ. അപ്പൊ മാക്സിമം എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? 4,50,000 അടുത്ത് കണ്ടിട്ട് കിട്ടണ്ട. 4,80,000 അടുത്തല്ല. അപ്പൊ ഒരു 10,50,000 രൂപ കൊണ്ട് ഇറക്കാൻ സാധിക്കും. വ്യക്തിന്റെ ട്രാക്കിനനുസരിച്ചാണ് ഇത് കിട്ടുക. അല്ല, അത് അത്രേ ഉള്ളൂ. നമ്മളൊരു മാക്സിമം പറഞ്ഞാണ്, ഒരു മിനിമം ഇത്ര, മാക്സിമം അത്ര അല്ലേ, ആ ഒരു റേഞ്ചിൽ ഉണ്ടാവും. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടിയിലൂടെ വീണ്ടും സ്കോർപിയോ എത്തി. KL 53 രജിസ്ട്രേഷൻ അല്ല? KL 53 പറയൂ, എങ്ങനെ ഡീറ്റെയിൽ? 2006 വോയിസ് മെയിൽ വണ്ടി. 6. ഓക്കെ, ഫുള്ള് പുതിയ പേപ്പർ കംപ്ലീറ്റ് കൊടുത്താണ്. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, മെയിൻ ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. മെയിൻ ഗ്ലാസും ചെറിയ വര പണിക്കാണ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് വേണമെങ്കിൽ മാറ്റാം, മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പൊ മാറ്റാതെ വിലാണ് പറയാ വെച്ചിട്ടാണ്. ഓക്കെ, മാറ്റാതെ വെച്ചേക്കാണ്. കാരണം വെച്ചാൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പണികളൊന്നും മെക്കാനിക്കലായിട്ടുള്ള പണികളൊന്നും. സ്കോർപിയോ മെയിൻ ആയിട്ട് എന്ത് പണിയാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്? സ്കോർപിയോ അങ്ങനെ എൻജിൻ സൈഡിൽ നിന്ന് അങ്ങനെ കംപ്ലൈന്റ് വരുന്നില്ല. വേറെ സസ്പെൻഷൻ വൈസോ അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ അത്ര ഒന്നും വരുന്നില്ല. നല്ല ഓഫ് റോഡ് വെഹിക്കിളല്ലേ വണ്ടി. ഓക്കെ, വേറെ പണികളൊന്നും കിട്ടാറില്ല പൊതുവെ അങ്ങനെ കംപ്ലൈന്റ്. ഏതൊക്കെ ചില വണ്ടിയൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ എൻജിൻ മെക്കാനിക്കലായിട്ട് വരലില്ല. CRD എഞ്ചിൻ അല്ലേ വരുന്നത്? CRD എഞ്ചിനൊക്കെ 5 ലക്ഷം കിലോമീറ്റർ 6 ലക്ഷം കിലോമീറ്റർ ഓടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ആദ്യം. ഇതൊന്നും ഒരു വണ്ടി ഓടിച്ചാൽ തന്നെ അത്രയും പെർഫെക്റ്റ് ഉള്ള വണ്ടികളാണ്. ഇപ്പൊ കൂടുതൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സെൻസർ കൂടുന്നതനുസരിച്ച് കംപ്ലൈന്റ് കൂടും. ഇപ്പൊ എല്ലാം പുതിയ വണ്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ECM ഇതൊക്കെയാണ് കൂടുതൽ വരുന്നത്. കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കുറവ്. എന്തായാലും ഇത് 6 മോഡല് പേപ്പർ എന്ന് വെച്ചാൽ 21 പുതിയ പേപ്പർ എടുത്തായിരിക്കും. 27 കംപ്ലീറ്റ് പേപ്പർ 27 വരെ ഉണ്ട്. ഓക്കെ, 27 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആണ്. അപ്പോൾ 1 വർഷം ഗ്യാപ് ഇട്ടിട്ടാണ് എടുത്തത്? 1 വർഷം ഇത് രജിസ്ട്രേഷൻ കൂടും. 2007 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 7 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെ പറയാം. ഞാൻ 6 വെച്ചിട്ട് കൂട്ടി. ഓക്കെ, എന്തായാലും ഫുൾ പേപ്പർ ഫിറ്റ്, 5 വർഷം, ഒന്നും പേടിക്കാനില്ല. മൈലേജ് കൂടെ ഒന്ന് പറഞ്ഞിട്ട് CRDക്ക് എത്ര കിട്ടാൻ? CRD മൈലേജ് 13 കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവും. 13 അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ, എത്രയാ പ്രൈസ് ഇപ്പോൾ? ഇത് നമുക്ക് 1,80,000 രൂപ. 1,80,000 5 വർഷം ഫുൾ പേപ്പർ ഫിറ്റുള്ള വാഹനം സ്വന്തമാക്കാം. ലോൺ സൗകര്യം കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ സേഫ് ലോണോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടത്തുള്ളൂ അല്ലേ?
പിന്നെ ഈ വണ്ടിക്ക് ഒരു ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ പ്രശ്നമുള്ളൂ. വണ്ടിയല്ല ക്ലാസ് ഈ പറഞ്ഞ റേറ്റിൽ അവർ ആവശ്യപ്പെട്ടാൽ മാറി കൊടുക്കും. അതോ നമ്മൾ മാറ്റി കൊടുക്കുക. അതിനുള്ള ഡീസൽ പൈസ നമുക്ക് തരണം. 4 റുപ്യ കൂടി കൂട്ടി തരികയാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും. 4000 ഏകദേശം ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ചെയ്തു തരാം. കാരണം നിങ്ങൾക്ക് എന്തായാലും കാണാൻ സാധിക്കും, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത ഇരട്ടിയാണ് KL 39 രജിസ്ട്രേഷൻ വാഹനം. 39 എവിടെയാണെന്നറിയോ? ഓക്കെ, അപ്പോൾ 39 കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ എവിടെയാണ്, എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു. 2016 മോഡലാണ്. 16 ഹൈബ്രിഡ് പെട്രോൾ ഡീസൽ ZDI ഓപ്ഷൻ വരുന്നുണ്ട്. ZDI പ്ലസ് വരുന്നില്ല. പ്ലസ് ഇല്ല, പ്ലസ് ഇതല്ല, പ്ലസ് വരുന്നുണ്ട്. ഇത് 14 വരുന്നുണ്ട്, ഇത് പ്ലസ് അല്ല. അതിന് തൊട്ട് താഴെ വരുന്നത് പ്ലസ് ആയിട്ട് എന്താ അലോയ്സ് എന്താ മാറ്റം വരുന്നത്? അലോയ്സ് ഉണ്ടല്ലോ ഇതില്. സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കും അറിയില്ല. ഓക്കെ, എത്ര ഓടിപ്പോ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് അടിക്കാൻ നിൽക്കണ്ടല്ലോ. ഓക്കെ, എത്ര ഓടിപ്പോ? ഇപ്പോ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 6 വർഷം കൊണ്ട് ഡീസൽ വണ്ടി ഓടുന്ന കിലോമീറ്റർ ഒന്നുമല്ല, പ്രത്യേകിച്ച് 7 സീറ്റർ അത്യാവശ്യം നല്ല ഓടും. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. റീപെയിന്റ് കയറിക്കണമെന്നുള്ള വണ്ടി. അവിടെയൊക്കെ ചെറിയൊരു ഇത് കാണുന്നുണ്ടല്ലോ. റീപെയിന്റ് ഉണ്ട്. നമ്മളെ കാഴ്ചപ്പാടിലെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല വണ്ടി. ആക്സിഡന്റ് ഒന്നുമില്ല. റീപെയിന്റ് കുറച്ച് ചില്ലറ കയറിക്കണം. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഓക്കെ, എന്താ കമ്പനി ചെയ്താണോ? നോക്കിയിട്ടുണ്ടോ? ഇല്ല, നോക്കിയിട്ടില്ല. നമ്മൾ കൂടുതൽ ചിലത് നോക്കൂലേ, ചെറിയ നോക്കാനുള്ള ടൈം. അപ്പൊ ഓരോരുത്തർ വിൽപ്പന നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തോട്ടെ, കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. ആൾക്കാർ ചെക്ക് ചെയ്തിട്ട് എടുത്താലും റീപ്ലേസ്മെന്റ് ഒന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും റീപ്ലേസ്മെന്റ് ഒക്കെ. ബാക്കി ആക്സിഡന്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേജറൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. അതൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഹിസ്റ്ററി നോക്കാത്തത് തന്നെയാണ് നമ്മൾ. കാരണം നമ്മൾ നോട്ടത്തിൽ കുറെ കണ്ടാൽ അറിയാം നമുക്ക്. അതുകൊണ്ടാണ് നമ്മള് നോക്കാത്തത്. ഓക്കെ, ഹിസ്റ്ററിയിൽ ചെറിയ വർക്കൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റൂല, നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പറയാനുള്ള കാരണം. ഹിസ്റ്ററി നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട വെച്ചാൽ എഞ്ചിനൊക്കെ അഴിച്ചിട്ട് പണിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ പാക്കിംഗ് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലാവാണ്ട് വരും. അങ്ങനത്തെ ഒക്കെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, വേറെ പണിയൊന്നുമില്ല. ZDI ആണ്. മൈലേജ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് 20 റേഞ്ചിൽ എന്തായാലും കിട്ടും. 7 സീറ്ററിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഇരട്ടിക. 2016 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ZDI അല്ലേ? പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞെടുത്തേ. പ്രൈസ് ഇത് നമുക്ക് 6,35,000. 6,35,000 ഫൈനലാണ്. എന്താ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. ചെറിയ മാറ്റം കൊടുക്കാം. ഓക്കെ, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കണ്ടാകും. നമ്മളിപ്പോൾ എങ്ങനെയായാലും കച്ചവടം ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ഞാൻ കൊടുക്കേണ്ടി വരും. ചെയ്തോടും. എങ്ങനെയാലും ഒരാൾ വന്നാൽ ഇപ്പോൾ കൃത്യം പൈസ അതിപ്പോൾ എങ്ങനെയായാലും ആളനുസരിച്ച് നമ്മളും ചെറിയ മാറ്റങ്ങൾ വരുത്തും. ചെയ്തോടും, ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, എന്തായാലും 6,35,000 രൂപയാണ് 2016 ZDI ഹൈബ്രിഡ് ഡീസൽ എഞ്ചിൻ ഇരട്ടികയാണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അല്ല, ലോണ് എങ്ങനെയാലും 6 റുപ്യൻ്റെ ഉള്ളിൽ കിട്ടും. 6 ലക്ഷം വരെ കിട്ടും. 35,000 രൂപ വേണ്ടാ മതി. ചിലപ്പോൾ 5,300 അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. 5,300 to 6 അത് നിങ്ങൾ കണക്കാക്കിയാൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് 2,300 മുതൽ 2,500 രൂപ. 6 ലക്ഷം രൂപ IDV ഉണ്ട് ഇൻഷുറൻസ്. അപ്പോൾ മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൊഫൈൽ കസ്റ്റമറിന്റെ പ്രൊഫൈലൊക്കെയാണ് മാക്സിമം കിട്ടും. ഇനി നമുക്ക് എന്തായാലും അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത ടയറാണോ KL 9 പാലക്കാട് രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ, എങ്ങനെയാ ഇത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2013 മോഡൽ 110 PS ആണ്. 13 മോഡൽ. ഓക്കെ, 110 എന്ന് പറയുമ്പോൾ മൈലേജ് കുറച്ച് കുറയും. ഒരു 15 റേഞ്ചിലൊക്കെ കിട്ടത്തുള്ളൂ. പെർഫോമൻസ് കൂടും വണ്ടി. പെർഫോമൻസ് കൂടും. അതിൻ്റെതായ മെയിൻ്റെനൻസ് വണ്ടിക്ക് ഉണ്ട്. ആ പെർഫോമൻസ് കൂടുമ്പോൾ, അതായത് നിങ്ങൾ 85 ഓടിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇല്ല, ഇത് ഓടിക്കുമ്പോൾ മനസ്സിലാവും വ്യത്യാസമുണ്ട്. അതിൻ്റെതായ മെയിൻ്റെനൻസ് ഈ വണ്ടിക്ക് ഉണ്ട് അല്ല. 110 അതിൻ്റെതായ മെയിൻ്റെനൻസ് ഉണ്ട്. എത്ര ഓടിപ്പോ? ഇതിപ്പോൾ ഓടിക്കും 1,10,000. 1,10. ഓക്കെ, സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മേജർ കാര്യങ്ങളൊക്കെ. സിംഗിൾ ഓണർഷിപ്പാണ്. ഡോക്ടർ പേരിലുള്ള വണ്ടിയാണ്. ഡോക്ടർ വിട്ടേക്ക്. അല്ല, ഡോക്ടറെ വിട്ടിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ പേര് തന്നെ ഒരു വണ്ടി കിടക്കണം. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ മാറിയില്ല. അതുകൊണ്ട് പറഞ്ഞത് ഡോക്ടർ ആരും ഉപയോഗിച്ചാലും ഒരേ കണക്ക്. പക്ഷേ ഡോക്ടർമാരാകുമ്പോൾ നമ്മളെ ഇത് കാഴ്ചപ്പാടിലെ ചില ആൾക്കാർക്ക് നല്ല ഒരു മതിപ്പാണ് ആൾക്കാർ. അതൊക്കെ മാറി. ഇപ്പൊ വണ്ടി ആര് നല്ലോണം കൊണ്ടു നടക്കുന്നത് അവർക്കാണ്. അങ്ങനെ ഡോക്ടർ എഞ്ചിനീയർ ഒന്നുമില്ല. പണികളൊന്നും കിട്ടിയില്ലല്ലോ. 4 ടയറും പുതിയതാണ് വണ്ടി എടുക്കുന്നത്. ഫുൾ കമ്പനി സർവീസ് ഉണ്ടോ? കമ്പനി സർവീസ് എടുത്തതാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയൊക്കെ ആകുമ്പോൾ കമ്പനി സർവീസ് ഉണ്ടോ. പിന്നെ ചിലത് പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടാവും. ഹിസ്റ്ററി നോക്കിയിട്ടില്ല എൻ്റെ ഒന്നും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ വണ്ടി നോക്കിയാൽ നോട്ടത്തിൽ എല്ലാവരും വണ്ടി ഫിറ്റ് വണ്ടിയാണ്. ഇവരെ എടുക്കുന്നവർക്ക് നോക്കണമെങ്കിൽ നോക്കിക്കോട്ടെ. നമ്മൾ നോക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ, ഒരു ടറാന വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുന്നതായിരിക്കും നല്ലത്. 110 PS. മറ്റേത് മൈലേജ് കിട്ടും. മൈലേജ് കുറവായിരിക്കും, പക്ഷേ പെർഫോമൻസിൽ അടിപൊളി. വണ്ടി എക്സൽ ഓപ്ഷനാണ്. ഇതിലും ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്ന വണ്ടിയാണ്. ബോഡി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന. ഓക്കെ, വ്യത്യാസം വരും. ഇതിൽ അലോയ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? കാര്യങ്ങളൊക്കെ
വരുന്നുണ്ട്. XV-ന്റെ അലൈവിലാണ് വരുന്നത്. രണ്ട് വണ്ടിക്കും വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടാലും അലോയ്സ് ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുമായിരുന്നു. എക്സൽ അലോയ്സ് ഇല്ലെന്ന് കരുതി. ഓക്കെ, ഇതിനിപ്പോൾ എത്രയാ ആസ്കിങ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,35,000. ആസ്കിങ് ആണോ ഫൈനലാണോ? ഫൈനലാണ്. ഫൈനൽ 13 വാഹനം അല്ലേ? 3,000 റുപ്യൻ്റെ അടുത്ത് ലോൺ കയറ്റാൻ നമുക്ക്. 4,35,000 പറഞ്ഞത്? 4,35. ഓക്കെ, 3 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-90,000, 85,000-90,000 രൂപ അല്ലേ മുടക്കേണ്ടി വരും. കണ്ടാൽ ഫുൾ കാർ ഇൻഷുറൻസും ഉണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പം തെറ്റി പുതിയത് നമുക്ക് എടുത്തു കൊടുക്കും. ഇപ്പം തീർന്നിക്കണേ. 3 ലക്ഷം ഉണ്ടായിരുന്നു, അപ്പോൾ തീർന്നിക്കണേ. ഈ റേറ്റിൽ തന്നെ എടുത്തു കൊടുക്കാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സണ്ണിൽ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ വരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതിൻ്റെ കാരണം കൂടെ കമൻറ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 5 ലക്ഷത്തിലേക്ക് എത്താൻ പോവാണ് നമ്മുടെ ഫാമിലി. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറന്നു വരുത്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുമ്പോഴേക്കും വിട പറയാം.